സ്വന്തം നാട്ടിലെ കടൽ വെള്ളത്തിൽ നിന്ന് ഉപ്പുണ്ടാക്കാനുള്ള അവകാശം നിഷേധിക്കപ്പെട്ടൊരു ജനത. അതായിരുന്നു ബ്രിട്ടീഷ് ഭരണകാലത്തെ ഇന്ത്യക്കാരുടെ അവസ്ഥ. ബ്രിട്ടീഷുകാർക്ക് നികുതി കൊടുത്ത് ഉപ്പ് വാങ്ങേണ്ട അന്യായമായ അവസ്ഥ. ഈ അന്യായത്തെ ചോദ്യം ചെയ്യാൻ വേണ്ടിയാണ് സ്വന്തം നാട്ടിലെ കടൽ വെള്ളത്തിൽ നിന്ന് ഉപ്പ് കുറുക്കി നിയമലംഘനത്തിന് ഗാന്ധിജി തീരുമാനിക്കുന്നത്. 1930 മാർച്ച് മാസം 12-ാം തീയതി അഹമ്മദാബാദിലെ സബർമതി ആശ്രമത്തിൽ നിന്ന് 384 കിലോമീറ്റർ അകലെയുള്ള ദണ്ഡിക്കടപ്പുറത്തേക്ക് ഗാന്ധിജിയും കൂട്ടരും നടക്കാനിറങ്ങി. ഖാദി വസ്ത്രവും ഗാന്ധി തൊപ്പിയും ധരിച്ച് 78 പേർ ഗാന്ധിയെ പിന്തുടർന്നു. ഒരു ദിവസം ശരാശരി 16 കിലോമീറ്റർ. സന്ധ്യ മയങ്ങിയാൽ ഗ്രാമങ്ങളിൽ വിശ്രമം. 4 ജില്ലകൾ, 48 ഗ്രാമങ്ങൾ. അങ്ങനെ ഏപ്രിൽ മാസം 6-ന് ഗാന്ധി ദണ്ഡി കടപ്പുറത്തേക്കെത്തി. ചുറ്റും സായുധരായ ബ്രിട്ടീഷ് പോലീസിന്റെ കാവൽ. ലോകത്തെയും ആ പോലീസിനെയും സാക്ഷി നിർത്തി ഗാന്ധി കടപ്പുറത്തേക്ക് ഇറങ്ങി. ഉപ്പ് കലർന്ന ഒരു പിടി മണ്ണ് കയ്യിലെടുത്ത് ചിറകെട്ടി വെള്ളം കുറുക്കി ഉപ്പുണ്ടാക്കി. സൂര്യനസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ അഹങ്കാരത്തിനുമേൽ വന്നു പതിച്ച ഏറ്റവും വലിയ പ്രഹരമായിരുന്നു ആ ഒരു പിടി ഉപ്പ്. ചുറ്റും കൂടിയ മനുഷ്യരോട് ഗാന്ധി ഉറക്കെ വിളിച്ചു പറഞ്ഞു, നിങ്ങൾ കൂട്ടത്തോടെ വന്ന് ബ്രിട്ടീഷുകാരുടെ നിയമം ലംഘിക്കുന്നു, ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടും. ആ വാക്കുകൾ രാജ്യമെങ്ങും വലിയ പ്രകമ്പനമായി. ജനങ്ങൾ കൂട്ടത്തോടെ തെരുവിലിറങ്ങി ബ്രിട്ടീഷുകാരുടെ നിയമം ലംഘിച്ചതോടെ ഗവൺമെന്റിന് പരിഭ്രാന്തിയായി. ജവഹർലാൽ നെഹ്റു അടക്കമുള്ളവരെ ജയിലിലടച്ചു. ഇന്റർനാഷണൽ കോൺഗ്രസിനെ നിയമവിരുദ്ധ സംഘടനയായി പ്രഖ്യാപിച്ചു. മെയ് 4-ന് അർദ്ധരാത്രിയിൽ സായുധരായ പോലീസുകാർ ഗാന്ധിജിയുടെ വീട് വളഞ്ഞ് അറസ്റ്റ് ചെയ്ത് പൂനെയിലെ ഇർവാദ ജയിലിലടച്ചു. പിന്നെ മാസങ്ങളോളം വിചാരണയില്ലാതെ ഗാന്ധിജി ജയിലിൽ. ഗാന്ധിജി കൊളുത്തിയ സമരജ്വാല ഇന്ത്യയെമ്പാടും ഒരു കാട്ടുതീയായി പടർന്നു. പിന്നെ ആ തീ അണഞ്ഞിട്ടേയില്ല. ആ പോരാട്ടത്തിൻ്റെ തുടർച്ചയിൽ നൂറ്റാണ്ടുകൾ നീണ്ട അടിമത്തത്തിൻ്റെ ചങ്ങലകൾ പൊട്ടിച്ചെറിഞ്ഞ് ഇന്ത്യ ഒരു പുതിയ സ്വാതന്ത്ര്യത്തിലേക്കും ജീവിതത്തിലേക്കും കണ്ടു.